ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവളുടെ സ്ഥാനം ഇവിടുത്തെ അടുക്കളയില. ആ സ്ഥാനം എനിക്ക് വേണ്ട. അടുക്കള ജോലിക്കാരിയായിട്ട് വാഴാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അവളുടെ സ്ഥാനമേ ഇവിടുത്തെ അടുക്കളയിലൊന്നും അല്ല. അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാരും കൂടെ ആക്കിയത്. വിശാൽ ബ്രോയുടെ ജീവിതത്തില പാർവതിയുടെ സ്ഥാനം. ദൈവം പോലും അത് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ വിവാഹമൊക്കെ മുടങ്ങിയത്. ബോധമുണ്ടെങ്കിലേ നിനക്കതൊക്കെ തിരിച്ചറിയാൻ പറ്റും. വീണ്ടും മണ്ഡപം ഒരുങ്ങും. നവവധുവായിട്ട് ഞാൻ വീണ്ടും അണിഞ്ഞൊരുങ്ങും. വലതുവശത്ത് നിൽക്കുന്ന വിശാലിന്റെ ഇടത് ഭാഗത്ത് ഞാൻ നിൽക്കും. ആ കൈകൊണ്ട് ഒരു താലി എന്റെ കഴുത്തിൽ വീഴുകയും ചെയ്യും. അത് കാണാൻ പാർവതി മണ്ഡപത്തിന്റെ 7 അയലത്ത് പോലും ഉണ്ടാവില്ല. ജാസ്മിനായി പറയുന്നത്. തോറ്റ് ശീലമില്ലാത്ത ജാസ്മിൻ. ആഹാരത്തിന് ശേഷം ഈ ടാബ്ലറ്റ് കഴിക്കണം. ഓക്കേ. വിശാൽ സാറേ, ഇത് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പാടില്ല. ആഹാരം ശരീരത്തിന് പിടിക്കണമെങ്കിലേ കൈകൊണ്ട് തന്നെ വാരി കഴിക്കണം. പിന്നെ ഇനിയിപ്പോ ഞാൻ ഇവിടെ എഴുന്നേറ്റ് കൈയൊക്കെ കഴുകി വരണ്ടേ? ഇങ്ങനൊരു മടിയൻ. താ എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? നല്ല മധുരം. മധുരോ? ഇതിനോ? വാരിത്തരുന്ന കഴിക്കാൻ മധുരം. ഒന്ന് പോ വിശാൽ സർ. വെള്ളം കൊടുക്ക.
ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ. ഗായത്രി അമ്മയുടെ ഫോട്ടോയുടെ മുന്നില് ആരും തിരി തെളിയിച്ചിട്ടുണ്ടാവില്ല. മുറി വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് ഞാൻ വേഗം ഇങ്ങോട്ട് വരാം. ബിബിനെ, പാർവതിക്കൊരു ടാക്സി പിടിച്ചു കൊടുക്ക്. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. പൊയ്ക്കോട്ടെ. അതെ, വേഗം വരണം. ഇല്ലെങ്കിൽ ഇവിടെ ഒരാൾക്ക് ഊണും ഉറക്കം ഉണ്ടാവില്ല. എന്തിനാ നിർത്തിയേ? വണ്ടിക്ക് എന്തോ തകരാറ്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. അയ്യോ, ഭിക്ഷ തരാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ സ്വാമിനിയമ്മ. ഓട്ടോക്കൂലി മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഭിക്ഷയല്ല ഞാൻ ചോദിക്കുന്നത്. കാശി വിശ്വനാഥന്റെ അരികിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. മഹാദേവന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ എനിക്ക് നിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കാണിക്ക വേണം. ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കാൻ ഞാൻ എന്താ ഇപ്പൊ തരാ? ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെയാ. സത്യം പറഞ്ഞാ എന്റെ കയ്യിലൊന്നുമില്ല. അബദ്ധം പറയാതിരിക്കുക. എടുത്താലും എടുത്താലും തീരാത്ത യാത്രാ സമ്പത്ത് നിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എന്റെ പേരിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതൊന്നും എന്റെ അല്ല, എന്റെ ഭർത്താവിന്റെയാ. പണമില്ലെങ്കിൽ പൊരുളായിട്ട് എന്തെങ്കിലും? അയ്യോ സ്വാമിനിയമ്മേ, നിന്റെ കയ്യിലുണ്ട്. നിന്റേതല്ലാത്ത ഒന്ന് നീ ഇപ്പൊ കൊണ്ടു നടക്കുന്നുണ്ട്. നിന്റെ ഭർത്താവ് നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതും ആകാം. അത് നിന്റെ കയ്യിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ കാശി വിശ്വനാഥന്റെ തൃപ്പാദങ്ങളിൽ സൂക്ഷിക്കുന്നത്? മടിക്കാതെ തരിക. ഇതേ ജാസ്മിന്റെ വിരല് കിടക്കേണ്ടായിരുന്നു. പക്ഷേ അവൾക്കിതിനുള്ള യോഗ്യത അർഹതയില്ലാതായിപ്പോയി. അതുകൊണ്ട് ഇതെന്റെ നെല്ലിക്കയ്ക്ക് സ്വന്തം. ഇതാ എന്റെ ഭർത്താവ് എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. ഈ തട്ടത്തിലിട്ടോളൂ. മടിക്കണ്ട, ഈശ്വര നിശ്ചയമാണിത്. ഭർത്താവിന്റെ രക്ഷയ്ക്കാണെന്ന് കരുതി മനസ്സിൽ
കൈലാസനാഥന് പ്രാർത്ഥിച്ചു തന്നോളൂ. ഭിക്ഷയായി നൽകിയ ഈ പൊരുൾ ഞാൻ സ്വീകരിക്കുന്നു. ഒപ്പം കുട്ടി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലി ആപത്തിന്റെ നിഴലിലാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നീ സൂക്ഷിക്കണം കുട്ടി. സ്വാമിനിയമ്മേ, കുട്ടിയുടെ മാംഗല്യസൂത്രത്തിന് ചുറ്റും ആപത്ത് വലയം ചുറ്റി നിൽക്കുന്നത് ഞാൻ എന്റെ മനക്കണ്ണിൽ കാണുന്നു. നിനക്കത് വൈകാതെ ബോധ്യപ്പെടുന്നതുമാണ്. ഓരോ ചുവടും കരുതലോടെ വയ്ക്കൂ. ശംഭോ മഹാദേവ. സ്വാമിനിയമ്മേ, ദേവി, എല്ലാ അർത്ഥത്തിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനാണെന്നാ എനിക്ക് തോന്നുന്നത്. ശുദ്ധഗതിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് ഇങ്ങനൊരു കർമ്മത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നതിൽ ഞാനും അമ്മയും എത്രമാത്രം വേദന അനുഭവിച്ചുവെന്ന് മോനറിയോ? ഇക്കാര്യത്തിൽ ഞാനായിട്ട് പാർവതി ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല, അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നെ ഒരു രണ്ടാം വിവാഹത്തിന് നിർബന്ധിച്ചത് പാർവതി തന്നെയാ. അത് ജാസ്മിൻ ആകരുതെന്നേ അവൾ ആഗ്രഹിച്ചുള്ളൂ. ഇപ്പോ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? അതാണ്ട മോനെ ദൈവനിശ്ചയം. നിനക്ക് അപകടം ഉണ്ടാവുമെന്ന് പാർവതി ദിവ്യദൃഷ്ടിയിലൂടെ അറിഞ്ഞിരുന്നു. പക്ഷേ അതെങ്ങനെയാണെന്ന് മാത്രം അവൾക്കറിയാൻ കഴിഞ്ഞില്ല. അവൾ അവളെക്കാൾ കൂടുതൽ എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്തു പറയുന്നു മിസ്റ്റർ വിശാൽ? കുഴപ്പമൊന്നുമില്ല. മുറിവുണങ്ങാൻ 1-2 ദിവസം എടുക്കും. ഏതായാലും ഇന്ന് രാത്രി കൂടി റെസ്റ്റ് എടുക്ക്. ഓക്കെ ഡോക്ടർ. നാളെ റൂമിലേക്ക് മാറ്റാം. ശരി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് പോവാല്ലോ. അത് പറ്റില്ല. ഇന്ന് രണ്ടാമത് ചെയ്ത സ്കാനിംഗ് റിപ്പോർട്ട് നാളെ കിട്ടൂ. അത് ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കണം. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. ഡോക്ടർ, അമ്മേ നാരായണ, ദേവിയെ നാരായണ, ലക്ഷ്മിയെ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ മഹാമായ, എന്റെ താലി ആപത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞ ഈ താലി കിട്ടിയാൾ ആപത്തിലാണെന്നല്ലേ അതിന്റെ അർത്ഥം? ഉദയന്നൂരമ്മയുടെ നോട്ടം ഉള്ളതുകൊണ്ടാ പല പല ആപത്തുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു വന്നത്. ഇപ്പോഴും ഇനിയൊരു ആപത്തുണ്ടായ എനിക്ക് പേടിയാവുന്നു എന്റെ ദേവി. എല്ലാ ആപത്തുകളും എന്റെ നേർക്ക് വന്നോട്ടെ, എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷെ അദ്ദേഹത്തിന് ഒരാപത്തും സംഭവിക്കരുത്.
അതിന് പകരമായി ഞാൻ എന്റെ ജീവൻ നൽകാം. എന്റെ ഈ താലിക്ക് അവിടുന്ന് തന്നെ കാവലുണ്ടാവണേ ദേവി, എന്റെ ജഗദീശ്വരി. എവിടെ? ചേച്ചി എന്നെ വഴക്ക് പറയരുത്. ചില അത്യാവശ്യ കാര്യങ്ങൾ പെട്ടെന്ന് തലവന്ന് വീണതുകൊണ്ടാ എനിക്ക് കല്യാണ സമയത്ത് വിട്ടു നിൽക്കേണ്ടി വന്നത്. നിന്റെ അത്യാവശ്യ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ കല്യാണം മുടങ്ങുമെന്ന് നിനക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അല്ലേ? എന്റെ പൊന്നു ചേച്ചി, കണ്ണു ചോരയില്ലാതെ സംസാരിക്കില്ലേ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിലേ ഞാനത് ആദ്യം ചേച്ചിയോടല്ലേ പറയാ. ഇതൊന്നുമല്ല, സംഗതി വേറെയാ. അതൊക്കെ ഞാൻ വിശദമായിട്ട് ചേച്ചിയോട് പിന്നീട് പറയാം. ഒരു ബമ്പർ ഓഫറാ. അതെന്തെങ്കിലും ആവട്ടെ, നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. വിശദമായിട്ടൊന്നും അറിഞ്ഞില്ല, കല്യാണം മുടങ്ങിയെന്ന് മാത്രം അറിഞ്ഞു. എന്നാ നീ അറിയണം, വിശാൽ 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 ജാസ്മിൻ, എന്തിനു വേണ്ടിയാ നീ അത് ചെയ്തത്? വിശാൽ സാറിനെ കൊല്ലാൻ വേണ്ടിയാ. പൂക്കളിൽ വിഷമുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും അത് ചെയ്ത് ജതിനും ജാസ്മിനുമാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേണമെങ്കിലേ അമ്മേ, ഞാൻ അങ്ങോട്ട് വന്ന് അനുഗ്രഹം വാങ്ങാം. ഈശ്വര, ഇത്രയും സംഭവബഹുലമായിരുന്നു കാര്യങ്ങള്. അതെ, ഇനി അവളെ ഇവിടെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റും. അതിന് നീ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരും.